പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മൈം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അധ്യാപകൻ കർട്ടൻ താഴ്ത്തി. ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിലല്ലേ? പലസ്തീൻ ജനതകളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കണ്ണീര് സാക്ഷിയാക്കി ഉറച്ച നിലപാടിൽ നിൽക്കുന്ന നമ്മളെ കേരളത്തിലാണല്ലോ. ഇപ്പൊ കുമ്പളയിൽ നടന്ന സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കുട്ടികളുടെ കലാവാസന നഷ്ടപ്പെടുത്തുന്ന രീതിക്കുള്ള പ്രവർത്തനമായിരുന്നു അധ്യാപകർ കാണിച്ചത്. അതിന് മാത്രം അതല്ല മൊത്തം കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും സമകാലിക ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആടാ. ഇപ്പൊ ഇവര് ചെയ്തത് മൂകാഭിനയാണ്. ഈ മൂകാഭിന എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും വിലയിരുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവര് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇവരുടെ വിഷയം ഫലസ്തീനിലെ നരിവേട്ടയാണ്. ഇസ്രായേൽ എന്ന നരഭോജികൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസവും രക്തവും ഭക്ഷിക്കുന്ന അഴികന്മാരാണ്. ഇതൊരു രാഷ്ട്രത്തിന്റെയോ മതത്തിന്റെയോ പ്രശ്നമല്ല, മറിച്ച് ഒരു മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പോലും വഴികാട്ടിയാവേണ്ട അധ്യാപകരെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു വൃത്തികെട്ട പരിപാടി. ഒരു ഇൻസിഡന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുരജബ് എന്ന 6 വയസ്സ് കുട്ടികളുടെ മൃഗീയമായ കൊലപാതകം. ഏകദേശം 300 കൂടുതൽ ബുള്ളറ്റുകളാണ് കുട്ടിക്ക് നേരെ വന്നത്. ഇത്രയും മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പൊ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, വി സപ്പോർട്ട് പലസ്തീൻ, വി സപ്പോർട്ട് ഹ്യൂമാനിറ്റി.